ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് നോക്കാം എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ ആക്ഷന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇമോഷൻസിനൊന്നും ഒരു തരത്തിലുള്ള ഒരു മൂല്യവും നിങ്ങളിന്ന് കൊടുക്കാൻ പോണില്ല. കാരണം നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തു വച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നിങ്ങളോട് നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഇന്ന് ശരിക്കും ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോടോ ഒക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ഇമോഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ബന്ധങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം നിങ്ങൾ അത്രയും ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങളെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ, നിങ്ങൾ ശരിക്കും അറ്റാച്ച്ഡ് ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് യൂസ് ചെയ്തിരുന്ന ആൾക്കാരോട് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇത് പറ്റില്ല, ഇത് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ പാസ്റ്റിൽ ചെയ്തിരുന്നത് എനിക്ക് എന്നെ ദോഷമുള്ള കാര്യങ്ങളായിരുന്നു ഞാൻ ചെയ്തിരുന്നത്, ഇനി ഞാൻ അങ്ങനെ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. അത് വളരെ ഹ്യൂമറസ് ആയിട്ട് പറഞ്ഞു കൊടുക്കും എന്നുള്ളതാണ്. വളരെ അവർക്കത് മനസ്സിലാവുകയും വേണം, എന്നാൽ അവർ ഹർട്ട് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഇന്നത്തെ ദിവസം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് കാണുന്നത് ഇതിനകത്ത്. പിന്നെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ കുറച്ച് സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വർക്കൊക്കെ നടക്കുന്ന ഒരു സമയമായിരിക്കും. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആ ഒരു എനർജി ലെവലുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുമായിട്ട് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ്. ഇപ്പം നമ്മളുടെ പണിക്കാരെ കൊണ്ട് വളരെ സന്തോഷത്തിൽ അവർക്കൊരു ബുദ്ധിമുട്ടും തോന്നാത്ത രീതിയിൽ എന്നാൽ ഇന്ന് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും. ഒരു ശരിക്കും പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ദിവസമായിരിക്കും. നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കൂടെ ഉള്ളവരെയും കൊണ്ട് ജോലി എടുപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ വരെ നിങ്ങൾ കുറേ കാര്യങ്ങൾ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, പെൻഡിങ്ങിൽ ആയിരുന്നെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ആ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ഇന്നലെ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഒന്നിലധികം ആൾക്കാരെ വെച്ചിട്ട് കൃത്യമായിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിച്ച് ഇന്ന് തീർക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് തീർക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരിക്കാം. പിന്നെ നിങ്ങൾ സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് നിങ്ങളൊരു യാത്ര പോകുന്ന ഒരു എനർജി ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയ മറ്റുള്ളവർ ശരിക്കും ഇംപ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇംപ്രസീവ് ആക്കാൻ പറ്റും ഈ ഒരു സമയം. നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയാസൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരെ കൊണ്ട് ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം. അങ്ങനത്തെ ഒരു എനർജി ഉണ്ട്. കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങളൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാപ്പൊക്കെ വരച്ച് അതിൻ്റെ ഒരു പ്ലാനൊക്കെ വരച്ചിരിക്കുന്നൊരു എനർജിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളൊരു വീട് വെക്കാൻ പ്ലാൻ വരയ്ക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ അങ്ങനെ ഒരു ബാങ്ക് ലോണിനൊക്കെ കൊടുത്ത് അത് ബാങ്ക് ലോൺ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഒരു വീടിൻ്റെ എനർജിയാണ് ഇതിനകത്ത് ഉള്ളത്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ എനർജി. അപ്പോൾ വീടും സ്ഥാപനവും തുടങ്ങാനുള്ള ഒരു സമയമായിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ കുറേ കാലം കൊണ്ട് ഇത് വേണം എന്ന് വിചാരിച്ചിട്ട് നടക്കാതിരുന്നെങ്കിൽ ഈ ഒരു സമയം അത് നടക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ സഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഫണ്ട് നിങ്ങളുടെ കയ്യിൽ വരുന്ന ഒരു സമയമാണ് ഇന്നത്തെ ദിവസം. വളരെ മണി എനർജി ഇന്ന് വളരെ ഹൈ ആയിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഇന്ന് നല്ല പോസിറ്റീവായിട്ടിരുന്ന് മാനിഫെസ്റ്റേഷൻസ് ചെയ്യുക. ഇന്ന് എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് കടമാണ് എന്നൊന്നും പറയാതിരിക്കുക. ഇന്ന് ആ ഒരു എനർജി നിങ്ങളുടെ വൈബ്രേഷൻ ഒന്ന് ഉയർത്തി വയ്ക്കുന്നത് നല്ലതായിരിക്കും ഇന്നത്തെ ദിവസം. 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങൾ
ചെയ്ത കാര്യം അത് ഫ്രൂട്ട് ഉണ്ടായി എന്നുള്ളതാണ്. നിങ്ങൾ പാസ്റ്റിൽ ഒരുപാട് കഷ്ടപ്പെട്ട കാര്യത്തിന് ഒരു ഫലം കിട്ടുന്ന ഒരു എനർജിയാണ് അത്. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ക്ഷമയ്ക്ക് ഒരു റിവാർഡൊക്കെ കിട്ടുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ അത് ഒരു ഫ്രൂട്ടായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നു, അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാവും കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ബാഡ് കർമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ കാലം കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടിലായിരുന്നുവെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾക്ക് കിട്ടുന്നു, നിങ്ങൾ ആ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലം കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ സന്തോഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം സംഭവിക്കുന്നു എന്നാണ് കാണുന്നത്. ഇനി നമുക്ക് ഇതിന് ഒരു എനർജി നോക്കാം. എംപ്രസിൻ്റെ എനർജിയാണ്, ക്രിയേറ്റീവ് എനർജിയാണ്. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്കുള്ള ഫലം അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. ഇത് എന്ത് കാര്യമാണോ നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്നത്, ആ ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ഇന്നത്തെ ദിവസം അത് നടക്കാൻ പോണ ഒരു എനർജി നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ബ്ലോക്കുകളെല്ലാം മാറി. അപ്പോൾ അത് എന്ത് തന്നെ ആയാലും നിങ്ങൾ കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്. ഇപ്പോൾ ബ്ലോക്ക് ആയിരുന്നിരിക്കാം പാസ്റ്റിൽ. അപ്പോൾ എന്ത് ചെയ്താലും അത് മുന്നോട്ട് പോകാൻ പറ്റാത്ത വണ്ണം ബ്ലോക്കിലായിരുന്നെങ്കിൽ ഈ ഒരു സമയം ബ്ലോക്കൊക്കെ മാറിയിട്ട് നിങ്ങളുടെ ഒരു പ്രാർത്ഥനയുടെ ഫലം എന്ന് പറയാം, എഫേർട്ടിൻ്റെ ഫലം എന്ന് പറയാം, അതൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ലെവൽ വളരെ കൂടുതലായിരിക്കും ഇന്നത്തെ ദിവസം. നിങ്ങളുടെ പ്രതീക്ഷകളും കൂടുതലായിരിക്കും, പോസിറ്റിവിറ്റി ഇന്ന് കൂടുതലായിരിക്കും. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള എന്ത് കാര്യങ്ങൾ വന്നാലും നിങ്ങൾ അതിനെ ആ ഒരു സെൻസിൽ മാത്രം എടുക്കുക, അല്ലാതെ ഒരുപാട് ഓവർ എക്സൈറ്റഡ് ആകരുത്. എന്തെങ്കിലും ഒരു കാര്യം നടക്കുമോ എന്ന് ചിന്തിച്ചിരിക്കരുത്. അങ്ങനെ എക്സൈറ്റ്മെൻറ്റ് കൂടുമ്പോഴാണ് നമുക്ക് ശരിക്കും അത് നെഗറ്റീവായിട്ട് പോകണം. നമ്മളൊരു കാര്യം ഇത് നടക്കുമെന്ന് വിചാരിച്ച് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വളരെ സന്തോഷത്തിലിരിക്കാൻ ശ്രമിക്കുക. പിന്നെ നെഗറ്റീവ് ആകാതിരിക്കുക. ഇന്ന് ഫാഷനുമായി ബന്ധപ്പെട്ട അതായത് ബൊട്ടീക്കോ പാർലറോ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങളിന്ന് തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനം ചിലപ്പം നിങ്ങൾ തുടങ്ങിയത് വിൽക്കാനോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ ആരെങ്കിലും ക്ഷണിക്കാനോ ഒക്കെ ഉള്ള ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം ഉള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആകും എന്നുള്ളതാണ് കേട്ടോ. അപ്പം കുറച്ച് സാമ്പത്തിക ബാധ്യതയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ അതിൽ നിന്നൊക്കെ ഒന്ന് കയറുന്ന ഒരു എനർജിയാണ്. ഒരു പിടിവള്ളി നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. അപ്പം നമ്മൾ പാസ്റ്റിൽ എന്ത് തന്നെ ചെയ്തോ അതിൻ്റെ ഒരു ഫലമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ പാസ്റ്റിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുകയും ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യം ഇന്നത്തെ ദിവസം നടക്കുന്നു എന്നാണ് കാണുന്നത്. ക്യൂൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്, വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു എനർജിയാണ്. നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ എഫേർട്ട് ഇട്ട് ഒരു വലിയ സംരംഭം തുടങ്ങുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ എത്തുന്നു, അങ്ങനെ ഒരു സ്ഥാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പം നമ്മളുടെ ആ ഒരു എഫേർട്ടിൻ്റെ ഫലം അത് ഈ ഒരു സമയത്ത് കിട്ടുന്നു എന്നുള്ളതാണ്. കഷ്ടപ്പാടിൻ്റെ ഫലം കിട്ടുന്നുണ്ട്. അപ്പം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും ശരിക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ മറ്റുള്ളവരുടെ ആരെയും വേദനിപ്പിക്കാതെ, ഒരു വ്യക്തികളെയും വേദനിപ്പിക്കാതെ, എന്നാൽ നിങ്ങളുടെ കാര്യം ഭംഗിയായിട്ട് നടക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ഇന്നത്തെ ദിവസം എടുക്കണം. നിങ്ങൾ ആരെയും ഹർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ. മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുമ്പോൾ ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് വരും. ചിലപ്പോൾ ഹർട്ട് ചെയ്യേണ്ട ഒരു സന്ദർഭം വന്നാൽ പോലും അത് വളരെ ഹ്യൂമറസ് ആയിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇന്ന് വിജയത്തിൻ്റെ ദിവസമാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം കൊണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ കോൺഫിഡൻസ് ലെവൽ വളരെ കൂടുതലായിരിക്കും ഇന്നത്തെ ദിവസം. അപ്പോൾ മറ്റുള്ളവർ നിങ്ങൾക്കൊരു റിവാർഡൊക്കെ തരുന്നൊരു ദിവസമാണ്. അപ്പം അത് നിങ്ങളുടെ ആ ഒരു എഫേർട്ടിനും കഷ്ടപ്പാടിനും ആ ഒരു എഫേർട്ടും കഷ്ടപ്പാടും മറ്റുള്ളവർ കൂടി അത് നിങ്ങൾക്ക് ആ കാര്യം മറ്റുള്ളവർ കൂടി അംഗീകരിക്കുന്നു. നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടത് ഇപ്പം ചിലപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും, പ്രയത്നിച്ചിട്ടുണ്ടായിരിക്കും. അത് മറ്റാരും അംഗീകരിക്കാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സമയം അങ്ങനെയല്ല, മറ്റുള്ളവർ കൂടി അത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്.
മജീഷ്യനാണ്. അപ്പോൾ ഒരു മാജിക്ക് വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ജീവിതത്തിൽ ഒരു മാജിക്ക് വരുന്നുണ്ട്. ഇപ്പോൾ മജീഷ്യനും എംബ്രസും ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു. അപ്പം നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ കഴിവുകൾ വിശ്വസിക്കുക. നമ്മളുടെ കഴിവുകൾ ഇതിൽ നിങ്ങൾക്ക് ഒരു ഹീലിംഗ് എനർജി ഉണ്ട് ആൾറെഡി. അപ്പം അത് നമ്മളിലേക്ക് കൂടി ഒന്ന് ആ ഒരു ഹീലിംഗ് നമ്മളിലേക്ക് കൂടി ഒന്ന് കൊടുക്കുക. അപ്പം നമ്മൾ ഹീലാകേണ്ടതുണ്ടായിരിക്കാം നമ്മുടെ പാസ്റ്റ് ലൈഫിൽ, അല്ലെങ്കിൽ നമ്മുടെ ചൈൽഡ്ഹുഡ് ട്രോമാസ് ഒക്കെ ഹീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അത് സെൽഫായിട്ട് ഹീൽ ചെയ്താലും മതി കേട്ടോ. സെൽഫായിട്ട് നിങ്ങൾക്കത് ഹീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം അത്രയും എനർജി നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജനിച്ചതുപോലെ ഒരു ഹീലിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും. പിന്നെ മാനിഫെസ്റ്റേഷൻസ് എല്ലാം വർക്കാവും. നിങ്ങൾ ഈ ഒരു സമയം ഇരുന്ന് എന്താണോ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു കാര്യമെല്ലാം കൃത്യമായിട്ട് നടക്കും. അതുപോലെ സെയിം ടൈം നമ്മൾ മനസ്സിലാക്കുക നെഗറ്റീവ് നടക്കും. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് ആണ് പെട്ടെന്ന് അത് വർക്കാകുന്നത്. കാരണം നമ്മൾ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു തോട്ട് നമ്മളുടെ മനസ്സിൽ വരുമ്പോൾ നമ്മളത് നെഗറ്റീവ് കൊണ്ട് അപ്പം തന്നെ ബ്ലോക്ക് ചെയ്ത് കളയും. നമ്മൾ നല്ല ഇങ്ങനൊരു ഒരു കാര്യം നടന്നെങ്കിൽ എന്ന് വിചാരിച്ച ആ ഒരു സമയം തന്നെ ഇതൊന്നും നടക്കാൻ പോണില്ല എന്ന് കൂടിയുള്ളൊരു ചിന്ത കൊണ്ടുവന്ന് നമ്മൾ അതിനെ അപ്പം തന്നെ ഇതാക്കി കളയും. അത് പിന്നെ നടക്കൂല, അതിനെ ക്യാൻസൽ ചെയ്ത് കളയും. പക്ഷേ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം വരുമ്പോൾ ആ ഇമോഷൻസ് ഫുള്ളെടുത്ത് നമ്മളത് മാനിഫെസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. പലപ്പോഴും പലരും പറയാറുണ്ട്, ഞാൻ നെഗറ്റീവായിട്ട് എന്ത് വിചാരിച്ചാലും നടക്കുമെന്ന്. ഈ നെഗറ്റീവായിട്ട് വിചാരിച്ചാൽ നടക്കുന്ന കാര്യം ഇതാണ്, നമ്മൾ അതിനെ അപ്പോൾ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, അത് ആ ഇമോഷനും കൂടെ നമ്മളത് ക്യാരി ചെയ്യും. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ എങ്ങനെയായിരിക്കും ഇരിക്കുന്നതെന്നുള്ളൊരു വിഷമവും സങ്കടവും ഒക്കെ നമ്മളുടെ ഉള്ളിലേക്ക് വരും. പക്ഷെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം വിചാരിക്കുമ്പോൾ അത്രയും ഇമോഷൻസ് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാകാതിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ കൈ കൊണ്ട് എന്ത് ചെയ്താലും അത് സക്സസ്ഫുൾ ആകുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ട് തന്നെ എന്ത് കാര്യം അത് ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് ഒരു കാര്യം കൊടുക്കുമ്പോഴും അത് ഇപ്പോൾ പൈസ കൊടുക്കുമ്പോൾ തന്നെ ഇത് ഇരട്ടിയായിട്ട് എൻ്റെ കയ്യിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞിട്ട് വേണം കൊടുക്കാൻ. നമ്മൾ ഹാപ്പി ആയിട്ട് കൊടുക്കുക, വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ പൈസ കൊടുക്കാൻ. പക്ഷേ ഇത് ഇരട്ടിയായിട്ട് എനിക്ക് തന്നെ തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ദിവസം ഒരു മാജിക്ക് സംഭവിക്കും എന്നാണ് കേട്ടോ കാണുന്നത്. ഇതിൽ നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. കുറേ കാര്യങ്ങൾ, നിങ്ങളുടെ മുന്നിലുള്ള കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കട്ട് ചെയ്ത് കളയാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഒരു പുതിയ പ്രതീക്ഷയും ഒരു പുതിയ ഊർജവും ഒക്കെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. കാരണം ഒരു യൂത്ത്ഫുള്ളായിട്ടുള്ള ഒരു എനർജിയാണ് ഇന്നുള്ളത്. അപ്പോൾ ഇതിലെ ബോട്ടം വന്നിട്ടുള്ളത് 4 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് പാസ്റ്റിൽ നഷ്ടപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. പാസ്റ്റ് ഈസ് പാസ്റ്റ്, അത് പൊക്കോട്ടെ എന്ന് വിചാരിക്കുക. അത് റിലേഷൻഷിപ്പ് ആകട്ടെ, പൈസ ആകട്ടെ, ജോലി ആകട്ടെ, എന്ത് തന്നെ ആകട്ടെ, നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഉള്ള കാര്യത്തെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ പാസ്റ്റിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രസൻറ്റിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റൂല എന്നുള്ളതാണ് ഡിവൈൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. ഇനി നമുക്ക് നോക്കുക എന്താണെന്ന്. ഫിംഗറാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങളുടെ ഒരു പ്രോബ്ലം വരാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഇപ്പം ചെയ്യുന്ന എന്തെങ്കിലും ഒരു മിസ്റ്റേക്സിനെ കുറിച്ചായിരിക്കും. നിങ്ങൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളത് തുടർന്നു കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഈ അടുത്ത സമയത്ത് തന്നെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക. അപ്പം നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്യുന്നതിൽ എന്തൊക്കെയോ പകപ്പിഴകളുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഈ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാമെന്ന് ചിന്തിച്ച് ചെയ്യുന്ന ആൾക്കാരുടെ എനർജിയാണ്. അവർക്കുള്ളൊരു മെസ്സേജാണ് ഇത്. ഈ അടുത്ത സമയങ്ങളിൽ ഇതിനെ സംബന്ധിച്ച് എന്തോ ഒരു പ്രശ്നം വരാനുള്ളൊരു സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. സെപ്റ്റംബർ മന്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ സെപ്റ്റംബറിൽ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളൊരു ട്രാവൽ ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ വിവാഹമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹൗസ് വാമിങ്ങോ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം സെപ്റ്റംബർ മന്തിൽ എന്തോ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഇന്ന് നിങ്ങൾ അറിയുമായിരിക്കാം.
വൈനാണ്. നിങ്ങൾ മനസ്സിലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് വെച്ചിട്ട് മാത്രം, നിങ്ങളുടെ ആ ഒരു ഡൗട്ട് വെച്ച് മാത്രം നിങ്ങളത് കൺഫേം ആക്കണ്ട. കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കില്ല സത്യം. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടി കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ലാഡറാണ്. സക്സസ്സിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ യാത്ര സക്സസ്സിലേക്കാണ്. അപ്പോൾ അതിനിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള വേണ്ടാത്ത കാര്യങ്ങൾ, നമുക്ക് തന്നെ അറിയാം ഇത് വേണ്ടാന്ന് അറിയാമെങ്കിലും അത് തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. കാരണം നിങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതം മുന്നോട്ടാണ് പോകുന്നത്. ആ മുന്നോട്ട് പോകുന്നതിൽ നിങ്ങൾക്ക് സക്സസ് ആണുള്ളത് എന്നുള്ളതാണ്. വിജയം വരുന്നുണ്ടെങ്കിൽ ആ വിജയത്തെ നിങ്ങൾ സ്വീകരിക്കാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഈ ഒരു നെഗറ്റീവ് ഇമോഷൻസിൽ ഇരിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ കുറച്ച് നെഗറ്റീവായിട്ട് ഇരിക്കുന്ന ആൾക്കാർ അത് വിട്ട് കളയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.